റൊമാൻസ് കൊള്ളാം, നല്ല പടം. കോമഡി എന്ന് പറയുന്നത് നല്ലൊരു എന്റർടൈനറാണ്, എല്ലാവരും നല്ല അഭിനയിച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് കലാഭവൻ കൊള്ളാം. ഉള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. അവസാനം ഇപ്പം എല്ലാം സെറ്റ് ആയിരുന്നു. ക്ലൈമാക്സ് അടിപൊളിയായി. ഒരു മിഷന്റെ ഇടയ്ക്ക് തന്നെ ആഘോഷം കൂടെ ചേർന്ന് പിന്നെ ഉറപ്പായും നല്ല പടം, നല്ല രസമുണ്ട്, നല്ല ചിരിക്കാനുണ്ട്. എല്ലാരും നല്ല കിടിലൻ കാസ്റ്റ്. പിന്നെ സംഗീത് പ്രതാപ് കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സെറ്റ് പ്രേമലു അല്ല, ഇത് വേറൊരു വൈബ്. പക്ഷെ നല്ല രസമുണ്ട്, ബോറടിക്കില്ല. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടമാണ്. ജസ്റ്റ് മീൻസ് കണ്ടോണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കഥയുണ്ട്, പക്ഷെ സൂപ്പറാണ്. നല്ല അമൽ ഡേവിസും അർജുൻ അശോകനും പടം തൂക്കി. സൂപ്പറാണ് കണ്ടിട്ട് എന്റർടൈനറാണ്, നല്ല എന്റർടൈനർ. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ഫുൾ വൈബാണ്, ചിരിച്ച് അങ്ങനത്തെ ഒരു കിടിലാണ്. എല്ലാവരും സൂപ്പറാണ്. പ്രത്യേകിച്ച് അർജുൻ അശോകനും അമൽ ഡേവിസും ഒരു രക്ഷ. ഭയങ്കര ടച്ച് ചെയ്ത പടം. പ്രേമലുവിന് ശേഷം ഒന്നുമില്ല പറയാം, അടിപൊളി പടം. കുറെ പേരുടെ എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അമൽ ഡേവിസും അർജുൻ അശോകനാണ് എന്റെ പടം കൊണ്ടുപോകണം. ഫണ്ണാണ്, കോമഡിയാണ്, എല്ലാം ഉണ്ട്. നമുക്ക് റീവാച്ചബിൾ ആണ്, എത്ര വേണോ കാണാം. അടിപൊളി. കുഴപ്പമില്ലായിരുന്നു. പറയുന്നത് അവരുടെ അമൽ ഡേവിസിന്റെ അവരുടെയൊക്കെ കോമ്പോ. പക്ഷേ സ്ക്രീൻ പ്ലേ കുറച്ച് വീക്കായി പോയി. ഒരു ഗ്രാഫ് കണക്കായിരുന്നു, ഇങ്ങനെ പൊങ്ങിയും താഴ്ന്നും. ക്ലൈമാക്സ് ഒക്കെ ഓക്കെ ആയിരുന്നു, വൺ ടൈം വാച്ചബിൾ ആണ്. വന്ന് തിയേറ്ററിൽ നിന്ന് കണ്ടാലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഓഡിയൻസ് ഫുൾ പാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കോമഡിയൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ഉണ്ട്, എന്നാലും അത്ര സംഭവമില്ല, എന്നാലും ഓക്കെ. കൊള്ളായിരുന്നു. കോമഡി നല്ല വർക്കായി, കോമഡി ഉള്ളായിരുന്നു. കോമഡി ഉണ്ട്, വർക്കായിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ല നല്ല പടമാ. മാത്യുവും നമ്മുടെ അർജുൻ അശോകനും ആണ് മെയിൻ കിഡുമായിട്ടുണ്ട്. പിന്നെ ഒരു സംഗീതം പറഞ്ഞ എഡിറ്റർ പയ്യൻ അടിപൊളിയായിട്ടുണ്ട്. അവര് ലൈക്ക് ആ ഒരു ഭയങ്കര വൈബാ. ഇങ്ങനെ ഫസ്റ്റ് തൊട്ട് ആ ഒരു ബഹളവും അതെല്ലാം ആ ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ ആ ബഹളവും ഒക്കെ അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് സൂപ്പർ പടം, കിടുക്കൻ പടം. ഒരു തരത്തിൽ ലാഗും ഇല്ല. എന്നുവെച്ചാൽ പ്ലോട്ട് വൈസ് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ അത് എടുത്തിരിക്കുന്ന രീതിയും കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ട്. ഫൺ എന്റർടൈൻമെന്റ്, തീർച്ചയായും ഫൺ എന്റർടൈൻമെന്റ്, അടിപൊളി പടമാണ്. അത് ഒരു ഫാമിലിയായിട്ട് വന്ന് കണ്ടിട്ട് പോകാനായിട്ട് സെറ്റ് പടം. ഇല്ല, അങ്ങനെ കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല അതിനകത്ത്. പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തൊക്കെ ഒന്നും നല്ലതും ഇല്ല, എന്നാൽ കൊള്ളാം, കണ്ടിരിക്കാൻ. വീട്ടുകാരൊക്കെ വന്നിരുന്ന എല്ലാവരും എൻജോയ് ചെയ്യും. തീർച്ചയായും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. എനിക്ക് അർജുൻ അശോകൻ എന്നാണ് ഫീൽ ചെയ്താണ്. ആ പുള്ളി സെക്കൻഡ് ഹാഫിനകത്ത് ഒരു പ്രത്യേകതയാണ്, ഭയങ്കര വല്ലാത്ത പ്രത്യേകത. പടം കണ്ടു തന്നെ അറിഞ്ഞാൽ 8.5 കൊടുക്കാം, 10 8.5 കൊടുക്കാം, തീർച്ചയായിട്ടും കൊടുക്കാം. അത് അടുത്തത് ഇനി പൈങ്കിളിയും അതിന്റെ അടുത്തത് ദാവീദും കണ്ടിട്ട് പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഇറങ്ങാൻ പറ്റും, അതിലൊരു സംശയം വേണ്ട. നല്ലൊരു തൃപ്തിയായിട്ട് തന്നെ ഇറങ്ങാൻ പറ്റുന്ന ഒരു പടം.